നാരായണ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. ഗുരുവായൂരപ്പ വിളിയേട്ടാ. ഭഗവാനെ, നമ്മൾ വലിയൊരു വിശാലമായിട്ടുള്ളൊരു ഭൂമികയാണ് നമുക്ക് തീർക്കാനുള്ളത്. വിസ്തരിക്കുന്നൊന്നുമില്ല. അത്രയും ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സർവാധീശത്വത്തിനെ അടിച്ചുറപ്പിച്ച ഒരു വിഷയം രാജസൂയം. ഭഗവാന്റെ കാലം വരെ യദുവിൻ്റെ വംശക്കാർക്ക് രണ്ടാംകിട വിലയുണ്ടായിരുന്നുള്ളൂ ക്ഷത്രിയന്മാരുടെ ഇടയിൽ. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ കണക്കനുസരിച്ച് ജാതികളുടെ ഉള്ളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലാസ്സുകളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ ഇവിടെ ബ്രാഹ്മണരുടെ ഇടയിൽ വേദം പഠിക്കാനും പഠിപ്പിക്കാനും അവകാശമുള്ളവർ, വേദം പഠിക്കാൻ മാത്രം അവകാശമുള്ളവർ, പഠിപ്പിക്കാൻ അവകാശമില്ലാത്തവർ. പൂന്താനം അതിൽപ്പെട്ട ആളായിരുന്നു. ഓത്തില്ലാത്ത നമ്പൂതിരി പറയും. യാഗാദികൾ മാത്രം ചെയ്യാൻ, യാഗാദികളൊക്കെ ചെയ്യാൻ അവകാശമുള്ളവർ ഏറ്റവും ഉയർന്ന ആൾക്കാർ. പൂജ കഴിക്കുന്നത് രണ്ടാം കട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവാഹനം സൃഷ്ടിയാണെങ്കിൽ ഉദ്വസനം തിരിച്ചയക്കൽ സംഹാര. അപ്പോൾ ഹിംസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ രണ്ടാം കടയായിട്ടാണ് കണക്കുക. ഭട്ടവൃത്തി എന്ന് പറഞ്ഞാൽ പൂജ കഴിക്കുക. ഇങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇതേപോലെയാണ് യാദവന്മാർക്കും അനുഭവിക്കേണ്ടി വന്നത്. യദുവംശത്തിന് പണ്ട് അച്ഛൻ്റെ കാമത്തിന് കൂട്ടു നിൽക്കാത്ത കാരണം യയാതി ഉണ്ടാക്കി വെച്ച വ്യവസ്ഥയാണ് അവർക്ക് രാജ്യഭരണം പാടില്ല എന്നുള്ളത്. അവിടെ മൊണാർക്കികളില്ല, നേരെ മറിച്ച് റിപ്പബ്ലിക്കൻ സിസ്റ്റംസാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ ദ്വാരകയ്ക്ക് റിപ്പബ്ലിക്കായിരുന്നു, മധുര റിപ്പബ്ലിക്കായിരുന്നു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാജസൂയത്തിൻ്റെ കാലം വരെ ഭഗവാന്റെ ഒരൊറ്റ പ്രഭാവവും ബലരാമനെ ഭയന്നിട്ടുമാണ് ക്ഷത്രിയന്മാർ ഇവർക്ക് മാനം കൊടുത്തിരുന്നത്. പക്ഷേ രാജസൂയത്തിൽ വെച്ച് ശിശുപാലൻ്റെ ഭർസനങ്ങളിൽ പ്രധാനപ്പെട്ട ഭർസനം അതാണ്. ഇവൻ രണ്ടാം കടയാണ്. അത് വെറുതെ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയത് മാത്രമൊന്നുമല്ല വിളിച്ചു പറയുന്നത്. ഭാഗവതത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും എണ്ണിയിട്ട് ശരിക്കും നമ്മൾ ഇന്നത്തെ കണക്കി പറഞ്ഞ ജാതീയ അധിക്ഷേപം പോലെയാണ്. പറയാൻ കസിൻസാണ് അവർ. പക്ഷെ ഭഗവാൻ യദുവംശത്തിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം അങ്ങനെയല്ല. ആ ജാതിയായിട്ടുള്ള അധിക്ഷേപത്തിനെ ഭാഗവതം പറയണത് കുറുക്കം കിടന്ന് ഓളിയിടുന്നത് കേട്ടോണ്ട് മിണ്ടാതെ സിംഹം ഗുഹയുടെ പുറത്ത് കിടക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കണം. ഭഗവാൻ സിംഹമാണ്, അത് നമുക്കറിയാം. കുറച്ച് ദിവസം മുമ്പ് കണ്ടതാ സിംഹമാണ്. ആ ഒരൊറ്റ വധം, ശിശുപാലനെ വധിച്ച ആ ചെറിയൊരാക്ഷൻ, ആ ഒരൊറ്റ വധം കൊണ്ട് ഭഗവാൻ തൻ്റെ സർവാധിശായിത്വം മാത്രമല്ല അക്കാലത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഭാരതത്തിൽ മുഴുവൻ തന്നെ ചോദ്യം ചെയ്യാൻ ഒരാളില്ല എന്ന അവസ്ഥയാക്കി തീർത്തു. വാസ്തവത്തിൽ ശിശുപാല വധത്തോടെയാണ് യുധിഷ്ഠിരൻ്റെ രാജസൂയത്തോടെയാണ് യാദവന്മാർക്ക് പിൽക്കാലത്ത് അവർ അഹങ്കരിക്കാനിടയായിട്ടുള്ള എല്ലാവരുടെയും റെസ്പെക്റ്റ് കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കണ്ടപ്പോഴാണ് ഭഗവാൻ വംശത്തിനെ നശിപ്പിക്കാൻ തയ്യാറായത്. കാരണം ഭഗവാനെ സ്വന്തം ആൾക്കാരാണെങ്കിൽ പോലും വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ളതാണ്. ജലദോഷം വന്നപ്പോൾ ശബ്ദത്തിന് ഗാനം കൂടി. നേരത്തെ തിരുമേനി എന്നോട് പറയുകയാണ് ഇതാണ് നല്ലതെന്ന്. അപ്പോൾ ഇനി എപ്പോഴും ഞാൻ പനിയായിട്ടിരിക്കേണ്ടി വരുന്നതാണോ? അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, രാജസൂയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാജസൂയം 18 മാസമാണ്. നമ്മളെ മാതിരി 7 ദിവസം കൊണ്ട് കഴിയില്ല, 10 ദിവസം കൊണ്ട് കഴിയില്ല, ഒരു മാസം കൊണ്ടില്ല. 12 ദിവസമാണ് അതിരാത്രം തന്നെ. 6 ദിവസമാണ് ഒരു സോമയാഗം. 12 ദിവസത്തെ അതിരാത്രത്തിന് 2.5 കൊല്ലത്തെ പ്രിപ്പറേഷൻ വേണം. ഞാൻ 2006 അതിരാത്രം മുഴുവൻ ഷൂട്ട് ചെയ്ത് ഫിലിം ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത ആളാണ്. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ അതിരാത്രം ഇരുന്നത് മൂലങ്കോട് നടന്ന് പാലക്കാട് ജില്ലയിൽ. അതിൻ്റെ വർക്കുകൾ 2 കൊല്ലത്തോളം എടുത്തു. അത് ഫൈനലാക്കാൻ
പിന്നെയും കാലങ്ങളെടുത്തു, അത് വേറെ വിഷയം. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അതിരാത്രത്തിന് അത്രയും സമയം വേണമെങ്കിൽ ഈ രാജസൂയത്തിന് എത്ര സമയം വേണമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ശരിക്ക് 1.5 വർഷമാണ്, 18 മാസം. അത് യജമാനനല്ല, യജമാനന്മാർക്കും അതിൻ്റെ മുകളിൽ ഗൃഹപതി എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവും. യുധിഷ്ഠിരൻ അതിലെ ഗൃഹപതിയായിരുന്നു. ഇതിന് ചെറിയ യാഗങ്ങളുണ്ട്, അതിരാത്രത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിൽ. അതിനൊക്കെയാണ് വാജപേയം എന്നൊക്കെ പറയും. അത് ചെയ്ത ആളാണ് വാജ്പേയി. ഈ കുടുംബങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പേര് വരുന്നത് പഴയ കാലത്ത്. ഇതൊക്കെ ചെയ്ത ആൾക്കാർക്കാണ്. അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ രാജസൂയം നടത്തണമെന്ന് യുധിഷ്ഠിരന് ആശയം കൊടുക്കുന്നത് സാക്ഷിയായിട്ടുള്ള നാരദനാണ്. അവിടെ നിന്ന് തുള്ളിച്ചാടി സന്തോഷമായിട്ട് അദ്ദേഹം ആകാശമാർഗം പുറപ്പെടുകയാണ്. യുധിഷ്ഠിരൻ്റെ അനുമതി കിട്ടി. യുധിഷ്ഠിരനും സന്തോഷം. ഭഗവാൻ വന്ന ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ് നാരദനെ അയച്ചു. പാരലലി ഇവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഭാഗവതം കാണിക്കുന്നത്. ഭഗവാന്റെ ഗൃഹസ്ഥചര്യ കാണിക്കുന്നത് നാരദൻ. ശരിക്ക് നാരദന് സാക്ഷിക്ക് പോലും സംശയം, ഭഗവാൻ എങ്ങനെ ഈ 16,008 ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണേ? അത് വളരെ മനോഹരമായിട്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും മഹർഷി അവിടുന്ന് എപ്പോൾ വന്നു ചോദിക്കും. അവിടെയൊക്കെ ഓരോ കൃഷ്ണനാണ്. ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ ആതിഥ്യം സ്വീകരിച്ച് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടാവും, ഭാര്യമാർ ചിലപ്പോൾ അടുക്കളയെ സഹായിക്കുന്നുണ്ടാവും, ചിലപ്പോൾ തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നുണ്ടാവും, ചില സ്ഥലത്ത് വാൾപ്പയറ്റ് നടത്തുന്നുണ്ടാവും, ചില സ്ഥലത്ത് രാജ്യകാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എവിടെ ചെന്നാലും ചോദിക്കും, അങ്ങെപ്പോൾ വന്നു, അങ്ങെപ്പോൾ വന്നു, അങ്ങെപ്പോൾ വന്നു. അവസാനം പരീക്ഷിക്കാമെന്ന നാരദന് മനസ്സിലായി ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അദ്ദേഹം ഇനി എന്നെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാൽക്കൽ പോയിട്ട് വീഴും. സാധാരണ ഗുരുവായൂരപ്പൻ എപ്പോഴും ആ അവതാരത്തിൽ നാരദ മഹർഷിയെ കണ്ട അല്ലയോ മഹർഷേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുക പതിവ്. വന്ദനം വരൂ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ശ്ലോകം വരും. നീയെ എൻ്റെ ഈ ലീല കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട എന്ന് സ്വരം മാറ്റി പറയും. ആ ശ്ലോകം അവസാനിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ പുത്ര മാ ഖിത എന്നാ പറയണത്. നീയെ മകനെ, നീ എൻ്റെ ഈ വിദ്യ ഒന്നും കണ്ടിട്ട് ടെൻഷനാവണ്ട, വിഷമിക്കണ്ട എന്ന് പറയും. നാരദൻ അപ്പോഴാണൊന്ന് സമാധാനമാവണത്. അതിനുശേഷമാണ് യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ സുധർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഭയിൽ ഭഗവാന്റെ രാജ്യഭാരം എങ്ങനെയാണെന്ന് പറയുന്നത്. ഭഗവാൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കൃത്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്ന ഉടനെ തന്നെ താൻ ബ്രഹ്മമാണെന്നുള്ള ബോധത്തിനെ ഊട്ടി ഉറപ്പിക്കുക. അദ്ദേഹത്തിന് ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. കിടക്കയിൽ എണീച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ സർവ്വവ്യാപിയായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന ബോധത്തിനെ ഹൃദയത്തിൽ ആദ്യം ഉറക്കുക. രാവിലെ നേരത്ത് ബുദ്ധി തെളിഞ്ഞിരിക്കും, വേറെ ഒന്നും കയറിയിട്ടുണ്ടാവില്ല. നിങ്ങളും ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയാണ് ബോധവസ്തുവിൽ മനസ്സിനെ ഉറപ്പിക്കേണ്ടത്. നമ്മുടെ ശരീരം എന്താ അവിടെ ഇരിക്കുന്നു, മനസ്സ് എവിടെയോ ഇരിക്കുന്നു. ചിലർക്ക് വൈകുന്നേരം ഓട്ടോ കിട്ടുമെന്ന് സംശയം, ചിലർക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ രാത്രി ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഈശ്വര ഒറ്റ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. പകൽ ഇതൊക്കെ. അപ്പോൾ മനസ്സിപ്പോൾ എവിടെയാണ്? അപ്പം മനസ്സെവിടെയോ ശരീരം ഇവിടെ. പക്ഷെ ഇത് രണ്ടും അല്ലാതെ ഒരു സാധനം അതിന് കുറച്ച് മാറിയിട്ടിരിപ്പുണ്ട്. ശ്രദ്ധിച്ചാൽ കിട്ടും. അത് ബോധമാണ്. ആ ബോധത്തിൽ ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ബോധത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതാണ് ബ്രഹ്മം, അതാണ് ആത്മാവ്. അതിലേക്ക് പരിശീലിക്കുക. ആ തേജസ് തെളിഞ്ഞ് വരും. ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയണം. ശ്രമിച്ചു നോക്കും. അപ്പോൾ ഭഗവാൻ അത് ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ സന്ധ്യാവന്തനാദികളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഭക്ഷണമൊക്കെ കഴിച്ചാൽ അദ്ദേഹം നേരെ തെരുവുകളിലേക്ക് ചെന്നിട്ട് ജനങ്ങളുടെ അടുത്ത് സംവദിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ? സെക്രട്ടറിമാർ എഴുതിയെടുക്കും. അതപ്പം തന്നെ എഴുതിയെടുക്കും. നോക്കൂ, നമ്മുടെ അവിടെ രാഷ്ട്രീയക്കാർ ഇലക്ഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. അവർ എ സിയിൽ പോയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവരാകെ വെയിൽ കൊള്ളണത് 5 കൊല്ലം കൂടുമ്പോഴാണ്. അവരാകെ വെയിൽ കൊള്ളണം 5 കൊല്ലം കൂടുമ്പോഴാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് സപ്താഹം നടന്നപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി വന്ന് ഇരുന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞു. ഗുരുവായൂരപ്പം കറക്റ്റ് ഇത് പറയുമ്പോഴാണ് അയാളെ അവിടെ കൊണ്ടുവന്നിരുത്തിയത്. അയാൾ ക്യാൻവാസിങ്ങിന് ആ സപ്താഹത്തിൻ്റെ സ്ഥലത്ത് വന്ന് അയാളെ ഇരുത്തി അയാൾ ജയിച്ചു. ഇപ്പോൾ അയാളെ ഇരുത്തി ഞാൻ പറഞ്ഞു. കാരണം ഇതാണ് നടക്കുന്നത്. ഭഗവാൻ അന്നന്നത്തെ ആ പ്രോഗ്രാമിൽ ജനസമ്പർക്ക പരിപാടിയുടെ ആളാണ് ശരിക്കും. അത് കഴിഞ്ഞ് സുധർമ്മയെ ചെന്നിട്ട് അത് മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അന്നന്ന് തീർപ്പാണ്. അപ്പോൾ നാരദൻ ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ടാണ് പോണത്. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടാവും. ഒരു ദൂതൻ എവിടുന്നോ ചാരനാണ്. അവൻ പൊടിപടലങ്ങൾ അണിഞ്ഞ ശരീരത്തോട് കൂടിയിട്ട് പാത്തും പതുങ്ങിയും ഭയന്നിട്ടാണ് വരണത്. അവൻ അവിടെ വന്ന് കയറും. 20,800 രാജാക്കന്മാർ, ഭഗവാനെ ആരാധിക്കുന്നവർ,
ജരാസന്ധൻ്റെ ദിഗ്വിജയ സമയത്ത് ജരാസന്ധനെ നമസ്കരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അവരെ ഗിരിവ്രജം എന്ന് പറയുന്ന കോട്ടയിൽ പിടിച്ചിട്ടിട്ടുണ്ട് കാളിക്ക് ബലി കൊടുക്കാൻ. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവരെ വെട്ടിക്കൊല്ലാം. ഒരു വലിയ യാഗം തുടങ്ങാൻ പോകുന്നുണ്ട് ജരാസന്ധൻ. അപ്പോൾ ആ രാജാക്കന്മാരുടെ അഭ്യർത്ഥനയായിട്ടാണ് ഇവരോട് വന്നിരിക്കുന്നത്. ജരാസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരബ്ധത്തിൻ്റെ രൂപമാണ്, എന്നാൽ ഒരു കഥാപാത്രമാണ്, ഒരു ചരിത്ര കഥാപാത്രമാണ്. അദ്ദേഹമാണ് പാടലീപുത്രം എന്ന് പറയുന്ന പട്ന നഗരത്തിൻ്റെ പിതാവ്. അദ്ദേഹമാണ് പട്ന നഗരം സ്ഥാപിച്ചത്. അപ്പോൾ ആ പാടലീപുത്രത്തിൻ്റെ അടുത്തുള്ളൊരു കോട്ടയാണ് ഈ ഗിരിവ്രജം. ആ കോട്ടയിലാണ് ഇവരെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. എന്നാലും അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ എന്താ വേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ച് അവരുടെ സന്ദേശമൊക്കെ കേട്ടിരിക്കുമ്പോൾ ഒരു തേജസ് അവിടെ കാണാറായി. നോക്കുമ്പോൾ നാരദ മഹർഷി വന്നിറങ്ങി സഭയിൽ. ഭയങ്കര സന്തോഷമായിട്ട് നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞവരുടെ യുധിഷ്ഠിരൻ രാജസൂയം നിശ്ചയിച്ചിരിക്കണു, അങ്ങ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന് ക്ലാരിറ്റി ഉണ്ട് എന്താ ചെയ്യേണ്ടത്. എന്നാലും തനിക്ക് താൻ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ആരും എതിർക്കില്ല. എന്നാലും തൻ്റെ മന്ത്രി അവിടെ ഉള്ളത് കൊണ്ട് പ്രോട്ടോക്കോൾ അനുസരിക്കണം. ഭഗവാൻ അത് എന്നും ചെയ്യുന്നത്. നോക്കൂ, സനകാദികളെ ക്ഷമ പറയാൻ വേണ്ടി ചെരിപ്പിടാതെ ഭഗവാൻ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജയവിജയന്മാരായിട്ട് കോർത്തപ്പോൾ ഭഗവാൻ എണീച്ച് വരേണ്ട ഒരാവശ്യമില്ല. പക്ഷെ വന്ന് ക്ഷമാപണം പറഞ്ഞു. തൻ്റെ പേരമക്കളാണ് സനകാദികൾ, പക്ഷെ അവരോട് ഭഗവാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉദ്ധവ നമ്മളെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഉദ്ധവൻ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുത്തു. ദേവർഷി അരുളി ചെയ്ത പോലെ ഈ രാജസൂയത്തിന് വേണ്ട സഹായം ചെയ്യണം നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ടത്. കാരണം രാജസൂയത്തിന് പോയി കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ എന്തായാലും മറ്റ് രാജാക്കന്മാരെ ജയിക്കാതെ രാജസൂയം നടത്താൻ പറ്റില്ല. ആ കെയർ ഓഫിൽ നമുക്ക് ജരാസന്ധനെ തീർക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി വേറൊരു കാരണം കൂടിയുണ്ട്. ഈ 20,800 രാജാക്കന്മാരും കൃഷ്ണഭക്തരാണ്. അവരുടെ ഭാര്യമാരൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തി രാത്രി ഉറക്കുമ്പോൾ കുട്ടികൾ ചോദിക്കും, അമ്മയെ അച്ഛനപ്പം വരും എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് വന്ന് രക്ഷിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു കൊടുക്കണം. ആ വാക്ക് സത്യമാക്കി ചെയ്യേണ്ടേ ചോദിക്കും. ഒരു ശ്ലോകമുണ്ട്, ഗായന്തി ദേവി ശതകർമ്മഗൃഹേഷു ദേവ്യോ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച ഗോപ്യശ്ച കുഞ്ചരപതിർജനകാത്മജായ പിത്രോശ്ച ലബ്ധശരണാമുനയോ വയം ച. ജരാസന്ധൻ്റെ ബന്ധനത്തിരിക്കുന്ന രാജാക്കന്മാരുടെ ഭാര്യമാർ അവരവരുടെ വീടുകളിലിരുന്നിട്ട് അവരവരുടെ മക്കളുടെ അടുത്ത് അങ്ങയുടെ തൃപ്പാദങ്ങളെ മനസ്സുകൊണ്ട് മുനിമാരെങ്ങനെയാണോ സ്തുതിക്കണത് അതുപോലെ പ്രാപിച്ചു സ്തുതിച്ചുകൊണ്ട് ശംഖചൂടനിൽ നിന്നും ഗോപികളെയും മുതലയിൽ നിന്ന് ഗജേന്ദ്രനെയും രാവണനിൽ നിന്ന് സീതാദേവിയെ രക്ഷിച്ച ആ ഭഗവാൻ ശത്രുവശം ചെയ്തിട്ട് നിൻ്റെ അച്ഛനെ കൊണ്ടുവരും എന്ന് ഓരോ കുട്ടിയോടും പറയണു. അത് കേട്ടപ്പോൾ ഭഗവാൻ അത് കേട്ടതോട് കൂടിയിട്ട് ആ തീരുമാനം എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു, പുറപ്പെടുക എന്ന് പറഞ്ഞു. പോകുന്ന രാജസൂയത്തിനായതുകൊണ്ട് ഭാര്യമാരും പേരമക്കളും എല്ലാവരെയും വിളിച്ചിട്ട് ഓൾമോസ്റ്റ് ദ്വാരക കാലിയ പ്രദ്യുമ്നെ കോട്ട ഏൽപ്പിച്ച് ദ്വാരക ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. വസുദേവൻ പ്രായമായതുകൊണ്ട് വസുദേവനും ദേവകിയും പോയില്ല. അവർക്കൊക്കെ നല്ല പ്രായമായിട്ടുണ്ടാവും. കാരണം ഭഗവാന് ഈ രാജസൂയം നടക്കുന്ന കാലത്തൊക്കെ ഭഗവാൻ 10-60 വയസ്സിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. യുദ്ധം നടക്കുമ്പോൾ 89 വയസ്സാണ് ഭഗവാനെ. അർജുനും ഭഗവാനും 89 വയസ്സാണ്. 90 വയസ്സ് ഭീമനും 91 വയസ്സ് യുധിഷ്ഠിരനുണ്ട്. 90 വയസ്സോളം ദുര്യോധനുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രക്കൊക്കെ എത്ര വയസ്സുണ്ടാകുന്ന ആലോചിച്ച് നോക്കും. 436 വയസ്സും കണ്ടാണ് ഭീഷ്മർക്കപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത്. അവരുടെ കാലത്തൊക്കെ അത്രയും ആയുസ്സുള്ളവരുണ്ടായിരുന്നു, അത് വേറെ വിഷയം. അപ്പം അങ്ങനെ രാജസൂയത്തിനായിട്ട് അവിടേക്ക് ചെന്നു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂട്ടി ഭഗവാന്റെ പുരപ്രവേശമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിസ്തരിച്ചാൽ പറയണം. ഭഗവാൻ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ആ മര്യാദയാണ് ഭഗവാന്റെ. യുധിഷ്ഠിരനോട് ചോദിക്കുക, ചേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത്, ചേട്ടാന്നാ വിളിക്കുക. അല്ലാണ്ട് നമ്മൾ നാടകത്തിൽ കാണും യുധിഷ്ഠിര എന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ല, ചേട്ടൻ തന്നെ വിളിക്കണം. ഭീമനും ചേട്ടനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അല്ല, നമ്മളിങ്ങനെ കണ്ടീഷൻഡാണല്ലോ ഇങ്ങനത്തെ നോൺസെൻസുകൾ കണ്ട് നാരായണ. അപ്പോൾ ഭഗവാനെ ഇവരൊക്കെ വിളിച്ചിരുന്ന പേര്, പ്രത്യേകിച്ച് ദ്രൗപദി സഖയെ എന്നാണ് വിളിച്ചിരുന്നത്. അർജുനൻ വിളിച്ചിരുന്നത് കൃഷ്ണ എന്നല്ല വിളിച്ചിരുന്നത്, ഗോവിന്ദ എന്നാണ് വിളിച്ചിരുന്നത്. അർജുനൻ ഗോവിന്ദ എന്നല്ലാണ്ട് വിളിച്ചിട്ടില്ല ഭഗവാനെ. അതിൻ്റെ പ്രമാണമെന്ന് എന്നോട് ചോദിക്കരുത്, അതാ വിളിച്ചിരുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ചു. അയ്യോ അങ്ങ് വന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമല്ലേ പറഞ്ഞ് ഭഗവാനെ കെട്ടിപ്പിടിച്ചു. അല്ല എന്നാലും
നമ്മളൊരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഒരു നല്ല വിഷയം നടക്കുമ്പോൾ നമ്മൾ പോയിട്ട് നമ്മളാലാവണം സഹായം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ എന്തൊക്കെയോ ഡ്യൂട്ടികൾ കൊടുക്കാൻ പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ ചേട്ടാ, ഞാനത് സന്തോഷത്തോടെ ചെയ്തോളാം. എന്താ, എനിക്കൊരു എപ്പോഴും കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക, കിണ്ടി തരിക, തോർത്ത് തരിക, വരണവരൊക്കെ കാല് ഞാൻ കഴുകിക്കോളാം, എനിക്ക് കോട്ട വാതിലിൻ്റെ അവിടെ ഒരു സ്ഥലം തന്നാൽ മതി. അങ്ങനെ ഭഗവാനാണത്ര വരുന്ന സകല അതിഥികളുടെയും കാല് കഴുകിക്കൊണ്ടിരുന്ന 1 മാസത്തോളം. ആ ഭഗവാന്റെ മഹിമയൊന്ന് ആലോചിച്ചു. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ അവിടെ വന്നിറങ്ങിയ നിമിഷം തന്നെ രാജസൂയം ജയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് യുധിഷ്ഠിരൻ അപ്പം തന്നെ ചക്രവർത്തി. ഇത് ഭഗവാന്റെ ഫസ്റ്റ് എഫർട്ടായിരുന്നു. രക്തച്ചൊരിച്ചിലില്ലാതെ താൻ മനസ്സിൽ കണ്ട പോലുള്ളൊരു ഡൊമിനിയൻ, ഒരു ഭരണത്തിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഇതാണ്. കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കി എന്ന് വിളിച്ചു പറഞ്ഞവരുടെ അടുത്ത് ആദ്യം പറയേണ്ടത് രക്തച്ചൊരിച്ചിലില്ലാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് ആദ്യം. പക്ഷേ യുധിഷ്ഠിരൻ്റെ കയ്യിലിരിപ്പ് തകർത്ത് കളഞ്ഞു, ചൂത് കളിച്ചിട്ട്. പിന്നെ യുദ്ധം അനിവാര്യമായിരുന്നു. അതൊക്കെ പിന്നീട് ഭഗവദ്ഗീതയുടെ സമയത്ത് മഹാഭാരതത്തിൻ്റെ ഭാഗവതത്തിൽ അധികം പറയുന്നില്ല. എങ്ങനെയാണെങ്കിലും ആ കാലത്ത് ഭഗവാൻ അവിടെ ഇരിക്കുന്ന ആ കാലത്താണ്, അവിടെ താമസിക്കുന്ന ആ കാലത്താണ് ഗാണ്ഡവദാഹം നടക്കുന്നതും ഭഗവാന് സുദർശനത്തിന് ലഭിക്കുന്നതും. സുദർശനത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു യന്ത്രമായിട്ട് ഭഗവാന്റെ കയ്യിലേക്ക് അഗ്നി അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ അവതാരത്തിൽ ഭഗവാന്റെ കയ്യിലേക്ക് അത് വന്നത് ആ സമയത്താണെന്ന് പറയണു. അതേപോലെ അർജുനന് ഗാന്ധീവ് എന്ന് പറയുന്ന വില്ല് ലഭിച്ചത് ആ കാലത്താണ്. ഇങ്ങനെ കാട്ടുതീയിൽ നിന്ന് മയനെ മോചിപ്പിച്ചു. മയനെ മോചിപ്പിക്കാമെന്ന് മാത്രമല്ല, ആ മയനെ പ്രത്യുപകാരമായിട്ട് യുധിഷ്ഠിരൻ ഒരു സഭാമണ്ഡപം പണിയാനായിട്ട് ഏൽപ്പിക്കുന്നതും ഒക്കെ ഈ കാലത്താണ് നടക്കുന്നത്. അവിടെ ഈ തകൃതിയായിട്ട് കൊട്ടാരം പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ കൂടിയാലോചനയൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി യുധിഷ്ഠിരൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, രാജസൂയം നടത്തണമെന്നുണ്ടെങ്കിൽ രാജാവാകാത്തവർ രാജസൂയം നടത്താൻ പാടില്ല. രാജസൂയം നടത്തുമ്പോൾ ഒരു അഭിഷേകം വരും, ഒരു വിശേഷമായിട്ടുള്ള ഒരു അഭിഷേകം വരും. അതിനൊരു ചടങ്ങൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ചടങ്ങുകളൊക്കെ. അത് ഏകദേശം 6ാമത്തെ മാസം വരുമ്പോഴാണ് വരിക. 1.5 വർഷത്തെ ചടങ്ങിൽ 6ാമത്തെ മാസം വരുമ്പോൾ വിശേഷമായിട്ടൊരു അഭിഷേകം വരും. ആ സമയത്തിന് ഈ അഗ്രപൂജയും വരിക. ആ അഭിഷേകമാണ് ശരിക്കും രാജസൂയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിലാണ് രാജാവിനെ അനിഷേധ്യനാക്കി മാറ്റുന്നത്. അവിടെ ആ ചടങ്ങ് നടക്കണമെങ്കിൽ നിൻ്റെ ഏട്ടൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടാവണം ഭൂമിയിൽ. അങ്ങനെ അല്ലാത്തവർ, അപ്പോൾ യുധിഷ്ഠിരൻ നമുക്ക് ആരോട് ശത്രുതയില്ലല്ലോ, എല്ലാവരും സഹായിക്കില്ലേ? അങ്ങനെയല്ല, മഗധയിലെ ജരാസന്ധൻ സഹായിക്കില്ല, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് സഹായിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ മാർഗം? അവനെ ജയിക്കണം. രക്തച്ചൊരിച്ചിൽ വേണ്ട. നമുക്ക് പട്ടാളക്കാരെ ഒന്നും ബലി കഴിച്ചിട്ട് സ്ത്രീകളെ വിധവകളാക്കിയിട്ട് കുട്ടികളെ അനാഥരാക്കിയിട്ട് നമുക്ക് ചെയ്യണ്ട. നമുക്കതിനൊരു തന്ത്രം പ്രയോഗിക്കാം. എൻ്റെ കൂടെ അർജുനെയും ഭീമനെയും വിട്ടുതരുമോ ചോദിച്ചു. വിട്ടുതരാമെന്ന് പറഞ്ഞു. ഇവർ 3 പേരും സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ വെള്ളച്ചന്ദനമൊക്കെ തൊട്ടിട്ടാണ് പോവുക. ഇവരവിടെ ചെന്നിട്ട് കോട്ടയുടെ അവിടെ എത്തും. മഗധയിൽ എത്തിക്കഴിയുമ്പോൾ ഇവരൊരു പണി ചെയ്യും. ഭീമനും അർജുനും നേരെ പോ ചിന്തയാണല്ലോ. അവർ നേരെ കോട്ടവാതിലിൽ കൂടെ കയറുമ്പോൾ ഭഗവാൻ 2 പേരുടെ കയ്യിലും പിടിക്കും. നമ്മൾ ഇങ്ങനെ പോയാൽ ജരാസന്ധനെ ഇപ്പം കാണാൻ പറ്റില്ല. അതിനൊരു മാർഗ്ഗമുണ്ട്, വാ പറയും. വിളിച്ചുകൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് കോട്ടമതിലുണ്ട്, നമുക്ക് ചാടാം. അപ്പോൾ പറയും പാറാവുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ അവർ പിടിക്കണം നമ്മളെ. അങ്ങനെ ഇവർ മതിൽ ചാടും. മതിൽ ചാടുമ്പോൾ പട്ടാളക്കാർ പിടിക്കും. പിടിച്ചു കഴിയുമ്പോൾ അവരെ നേരെ ജരാസന്ധൻ്റെ മുന്നിൽ കൊണ്ടുപോകും. ജരാസന്ധൻ ഒരു നോട്ടത്തിൽ തന്നെ നോക്കിയിട്ട് ശരിയല്ലായ്മ തോന്നും. നിങ്ങൾ ആരാ എന്താണെന്ന് ചോദിക്കും. ഞങ്ങളിങ്ങനെ ബ്രാഹ്മണരാണ്, ദാനം തേടി വന്നാണ്. അതിന് നിങ്ങളെന്തിനാണ് മതിൽ ചാടിയത്? കള്ളന്മാർ വരണ മാർഗത്തിലാണല്ലോ നിങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ഭിക്ഷയാന്ന് പറയും. ഞാൻ എന്തും കൊടുക്കണമെന്ന്, എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഭഗവാൻ പറയും യുദ്ധം എന്ന് പറയും. അപ്പോൾ നോക്കിയിട്ട് പറയും, നിങ്ങൾ ഒരുത്തൻ്റെ കയ്യിൽ ഗത പിടിച്ച താഴ്മും വേറൊരുത്തൻ്റെ കയ്യിൽ ഞാണിൻ്റെ താഴ്മും ഉണ്ടല്ലോ, സത്യം പറ നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഇത് അർജുനും ഇത് ഭീമനും, ഞാൻ കൃഷ്ണനാണെന്ന് പറയും. നീ കള്ളൻ, നീ എന്നെ പേടിച്ചോടിയാ, നീ മാറി നിൽക്കുന്നത്. അർജുനെ നോക്കും, നീ ചിന്ന പയ്യൻ, മാറ്, നിൻ്റെ അടുത്ത് ഞാൻ യുദ്ധത്തിനില്ല. ഈ തടിയും കുഴപ്പമില്ല, ഇവൻ കുറച്ച് കാലമൊക്കെ എൻ്റെ അടുത്ത് നിൽക്കും എന്ന് പറഞ്ഞ് അകത്ത് ചെന്ന് ഭാര്യയോട് പറയും. ജൂലിയസ് സീസറുടെ ഭാര്യ പറഞ്ഞ പോലെ തന്നെ ചതിയാണ്. കൽപൂർണിയ പറയുന്നുണ്ട്, പിറ്റേ ദിവസം പോകരുത്, ബ്രൂട്ടസ് കുത്തും, കേൾക്കുന്നില്ല. അതേപോലെ ജരാസന്ധനും വാക്ക് കേൾക്കാതെ വരും. അങ്ങനെ രാത്രിയാണ് യുദ്ധം തുടങ്ങുന്നത്. 27 ദിവസമാണ് യുദ്ധം. മല്ലയുദ്ധമാണ് ഭീമനുമായിട്ട്. ഭീമൻ ആട്ടിക്കൊണ്ട് തളരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഭീമൻ 1ാമത്തെ ദിവസം കൃഷ്ണനോട് ചോദിച്ചാൽ മതി ഇയാളെ എങ്ങനെ കൊല്ലേണ്ടതെന്ന്. അപ്പം സ്വന്തം അഹങ്കാരം, തനിക്ക്
ജരാസന്ധനെ നശിപ്പിക്കാൻ പറ്റുന്നു. അടി കൊണ്ട് വഴിയായി. അവസാനം ചോദിച്ചു എങ്ങനെയാണ് കൊല്ലുണ്ട്. അതും ശ്രദ്ധിച്ചില്ല. ഇല കീറിയിട്ട് കാണിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസം കീറിയിട്ടപ്പോൾ കൂടി. രണ്ടാമത്തെ ദിവസം പിന്നെയും തല്ലുകൊണ്ട് വയ്യാണ്ടായപ്പോഴാണ് ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇടേണ്ടത് മനസ്സിലാക്കിയതും ജരാസന്ധനെ വധിക്കുന്നതും. ജരാസന്ധൻ്റെ പുത്രൻ സഹദേവനെ അവിടെ രാജ്യാഭിഷേകം നടത്തും. ഭഗവാനോട് ആർക്കും വൈരമില്ല എന്നുള്ളതാണ്. സഹദേവനൊന്നും ഒരു വൈരവും വെച്ചില്ല. ഇതേപോലെയാണ് നരകാസുരൻ്റെ മകൻ ഭഗതത്തിനും യാതൊരു വൈരവും ഭഗവാനോട് വെച്ചില്ല. അവരവരുടെ അച്ഛന്മാർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഭഗവാന്റെ രീതി അങ്ങനെയായിരുന്നു. ഭഗവാൻ ഒരു റീസണിനാണ് കൊല്ലുന്നത്. വ്യക്തിയോട് ഭഗവാൻ ഒരിക്കലും വിരോധങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരോടും ഭഗവാൻ വിരോധം വെച്ച് പുലർത്തിയില്ല. അതെല്ലാവർക്കും ഭഗവാന്റെ കാലത്ത് അറിയായിരുന്നു. അങ്ങനെ രാജാക്കന്മാരെ മുഴുവൻ മോചിപ്പിച്ച് അവരുടെ ഒരു മഹത്തായിട്ടുള്ളൊരു സ്തുതിയൊക്കെ ഉണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള പല ശ്ലോകങ്ങളൊക്കെ വരും. അങ്ങനെ ഭഗവാനെ ആ സ്തുതിക്കണേൽ അവർ പ്രത്യേകമായിട്ടുള്ളൊരു ശ്ലോകമാണ് 6ാമത്തെ ശ്ലോകം. ന ബ്രഹ്മണസ്വപരഭേദമതിസ്തവസ്യാത് സർവാത്മനസ്സമദൃശസ്വസുഖാനുഭൂതേ സംസേവതാം സുരതരോരിവദേ പ്രസാദ സേവാനുരൂപമുദയോ ന വിപര്യോത്ര. ഉപാധികളില്ലാത്ത, കണ്ടീഷൻസേ ഇല്ലാത്തവനാണ് ഭഗവാൻ. ഇന്നതുണ്ടെങ്കിലേ ഭഗവാൻ നിലനിൽക്കുന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചാലേ ജീവൻ നിൽക്കുള്ളൂ, വെള്ളം കുടിച്ചാലേ ജീവൻ നിൽക്കുള്ളൂ, രക്തം ഓടിക്കൊണ്ടിരുന്നാലേ ജീവൻ നിൽക്കുള്ളൂ, ഹാർട്ട് അടിച്ചുകൊണ്ടിരുന്നാലേ ജീവൻ നിൽക്കുള്ളൂ. ഭഗവാൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നും, ഉപാധികളേ ഇല്ല, കണ്ടീഷനില്ല. സർവാത്മാവ്, എല്ലാറ്റിനെയും ഒരേപോലെ കാണുന്ന സമദൃക്ക്, സ്വരൂപത്തിൽ അവനവൻ്റെ സ്വരൂപമാകണ ആനന്ദത്തിൽ നിൽക്കണം. ഇന്ദിരി പിടിക്ക് ഭഗവാനെ ഞാൻ വലുത് നീ ചെറുത് എന്നുള്ള പരഭേദ ബുദ്ധി ഇല്ല. എന്നിട്ടും കൽപ്പവൃക്ഷം എന്നുള്ളതുപോലെ ഭജിക്കണവർക്ക് ആ ഭജനത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫലത്തിനെ അവിടുന്ന് കൊടുക്കണു. അതിലും അങ്ങേക്ക് ഭേദഭാവനയില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്തുതിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ. അങ്ങനെ ആ ജരാസന്ധൻ്റെ തടപറയുന്നവരെ മോചിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി രാജസൂയം തുടങ്ങുന്നു. രാജസൂയത്തിൽ സഹദേവൻ 6ാം മാസത്തിൽ അഭിഷേകത്തിൻ്റെ സമയത്ത് അഗ്രപൂജ ചെയ്യാൻ ആരാ അർഹതെന്ന് ചോദിക്കുമ്പോൾ ഭാഗവത പ്രകാരം സഹദേവൻ പറയണു. മഹാഭാരതത്തിൽ അത് ഭീഷ്മരാണ് പറയണത്. രണ്ടിലും വ്യത്യാസമുണ്ട്. ആരാണ് കൃഷ്ണൻ്റെ നെയിം സജസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഭഗവാനാണ് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന് പറഞ്ഞിട്ട് സഹദേവൻ പറഞ്ഞു അർഹദിഹ്യച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാമ്പതി ഏഷ വൈ ദേവതാ സർവ ദേശകാലധനാദയാ യഥാത്മകമിതം വിശ്വം കൃതവശ്ച യഥാത്മക അഗ്നിരാഹുദയാ മന്ത്രാ സാഖ്യം യോഗശ്ചയൽപരാ. ഭക്തസംരക്ഷകൻ, 6 ഗുണങ്ങളും തികഞ്ഞവൻ. 6 ഗുണങ്ങൾ തികഞ്ഞാലാണ് ഭഗവാൻ എന്ന് പറയുക. എന്താ ഗുണങ്ങൾ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണൻ മാത്രമാണ് അഗ്രപൂജ അർഹിക്കുന്നത്. ഈ ഭഗവാൻ ദേശത്തിനും കാലത്തിനും ധനത്തിനുമൊക്കെ അതിക്രമിച്ച് നിൽക്കണം. സർവ്വദേവതാസ്വരൂപനാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഇവിടെ പറയണം. ഏതൊരുത്തൻ്റെ സ്വരൂപമായിട്ടാണോ ഈ യജ്ഞങ്ങൾ ഇങ്ങനെ എല്ലാം നിൽക്കുന്നത്, എന്തിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും ആത്മാവായിട്ട് ഏതൊരാളാണോ വിളങ്ങി നിൽക്കുന്നത്, അഗ്നി, അതിലൊഴിക്കുന്ന ആഹുതികൾ, അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾ, ജ്ഞാനത്തിൻ്റെ കർമ്മങ്ങൾ, ഇതൊക്കെ ആരെ ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നത്? ആ യജ്ഞപുരുഷൻ, ആ ഭഗവാൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് അർഹന് സഹദേവൻ പറയുമ്പോൾ. ബാക്കി എല്ലാവരും സമ്മതിക്കുമ്പോൾ ശിശുപാലൻ മാത്രം ചാടി എണീച്ചിട്ട് ഛേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി എണീക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശിശുപാലൻ പാണ്ഡവരുമായിട്ട് ഒരു വൈരവുമില്ലാത്ത ആളാണ്. ഭീമൻ രാജസൂയത്തിൻ്റെ കാലത്ത് കിഴക്കൻ ദിക്കുകളിലേക്ക് പോയപ്പോൾ ശിശുപാലൻ്റെ രാജ്യത്ത് ചേതിയിൽ ചെല്ലുമ്പോൾ ചെന്ന് കണ്ടിട്ട് എടാ നീ വരണട്ടോ, ഇവരുടെ ബന്ധുക്കളാണല്ലോ, വരണപ്പോൾ ഓ ഏട്ടാ ഞാൻ വരാം. അപ്പോൾ ഭീമൻ അപ്പം തന്നെ ഏട്ടാ അപ്പം പോരുത്, കുറച്ച് ദിവസം താമസിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീമനെ അവിടെ താമസിപ്പിച്ച് വേണ്ടതൊക്കെ തിന്നാനൊക്കെ വേണ്ടത്ര കൊടുത്ത് ഹാപ്പിയാക്കി വിട്ട ആളാണ് ഇപ്പം അഗ്രപൂജയ്ക്ക് എതിര് പറയണത്. കാരണം കൃഷ്ണൻ ആദരിക്കപ്പെടുന്ന അദ്ദേഹത്തിന് സഹിക്കില്ല. അവിടെ ഭഗവാനെ ഭർഷിക്കുന്നതിൻ്റെ മാക്സിമത്തിൽ ഭർഷിച്ചു. ഭഗവാൻ എണ്ണിക്കൊണ്ടിരുന്നു. ഇത്ര തെറ്റുകളായാൽ കൊല്ലുന്നതാണ്. കറക്റ്റ് ആ സമയത്ത് എഴുന്നേറ്റ് നിന്നു. മഹാഭാരതത്തിൽ ഭഗവാന്റെ ഒരു ചെറിയ പ്രസംഗമുണ്ട്, ഹ്രസ്വപ്രസംഗമുണ്ട്. ഭാഗവതത്തിൽ അതില്ല. ഭഗവാൻ എഴുന്നേറ്റ് നിന്നതേ ഓർമ്മയുള്ളൂ. ആ തൃച്ചക്രം ശിശുപാലൻ്റെ കഴുത്തിനെ അറുത്തിട്ടു. കാരണം രാജസൂയ വേദി യുദ്ധക്കളമാകും, ചേരി തിരിഞ്ഞ് അടിയാവുമെന്ന് തോന്നിയപ്പോൾ ഭഗവാൻ എണീച്ചു. ആ രക്തം വീണ ശിശുപാലൻ്റെ ശരീരത്തിൽ, ആ തലയറുത്തുപോയ ശിശുപാലൻ്റെ ശരീരത്തിനെ കൂട്ടി യോജിപ്പിച്ച് ഉടനെ തന്നെ പുറത്ത് കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്യാൻ പറഞ്ഞു യുധിഷ്ഠിരൻ. അപ്പോൾ ഭടജനങ്ങളൊക്കെ വന്നിട്ട് അതെടുത്ത് പുറത്ത് കൊണ്ടുപോയി മഹർഷിമാരവിടെ ശുദ്ധിക്രിയകളൊക്കെ ചെയ്തു. ആ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഭഗവാനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് യുധിഷ്ഠിരൻ അഗ്രപൂജ ചെയ്തു. അഗ്രപൂജ ചെയ്യുമ്പോൾ കാല് കഴുകും. കാല് കഴുകിയിട്ട് ഇങ്ങനെ കാലിൻ്റെ അവിടുന്ന് ഒന്ന് മുഴുവനായിട്ട് കാണട്ടെ പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇവിടെ എത്തുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോൾ കാണാൻ പറ്റില്ല. എന്നാൽ ശരി മുകളിൽ നിന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പീലിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കിരീടത്തു നിന്ന് മുഖം എത്തുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞൊഴുകും.
കാണില്ല. അസ്പഷ്ടം ദൃഷ്ടമാത്രേ, കണ്ടാൽ തിരിച്ചറിയില്ല. കാരണം കണ്ണീര് കാരണം ഭഗവാനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ പല പ്രാവശ്യം യുധിഷ്ഠിരൻ നോക്കിയത്രേ അഗ്രപൂജ ചെയ്യണ സമയത്ത്. പക്ഷെ നെഞ്ചിങ്ങനെ വിങ്ങി വരികയാണ് ആ ഭക്തി കാരണം. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. രാജസൂയത്തിൻ്റെ പരിസമാപ്തി അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ആ കൊട്ടാരം കാണാൻ ദുര്യോധനൻ ചെല്ലുന്നു. ദുര്യോധനൻ വെള്ളത്തിൽ വീണു. ആ കഥയൊക്കെ നടക്കണു. ഭഗവാൻ പാണ്ഡവന്മാരെ, പ്രത്യേകിച്ച് ഭീമനെ ചിരിക്കാനായിട്ടൊരു പ്രചോദനം കൊടുക്കും. ഒരു ചിരി കൊണ്ട് യുദ്ധത്തിനുള്ള വിത്ത് അവിടെ വിതച്ചിട്ട് പോകും. ഒറ്റ ചിരി. പാഞ്ചാലിയാണ് ചിരിച്ചതെന്നുള്ളതൊക്കെ പിൽക്കാലത്തെ പ്രക്ഷിപ്തമാണ്. മൂലഭാരതത്തിൽ പാഞ്ചാലി ചിരിക്കണമെന്നില്ല. അത് ധൃതരാഷ്ട്രർക്ക് പാണ്ഡവന്മാരോട് ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ പറഞ്ഞ അച്ഛാ ഞാനൊന്ന് വീണു, എല്ലാവരും ചിരിച്ചു, അത്രേ പറയുള്ളൂ. ശകുനി അതിനെ അവൾ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കവികളൊക്കെ പിന്നീട് പാഞ്ചാലി ചിരിച്ചു എന്നാക്കി. പാഞ്ചാലി ചിരിച്ചിട്ടില്ല. ഭഗവാൻ ചിരിക്കാൻ ഒരു പ്രേരണ ഭീമൻ ഇട്ട് കൊടുക്കും, കണ്ണുകൊണ്ട് കാണിക്കും. അതിലാണ്, ആ ചിരിയിലാണ് കംപ്ലീറ്റ് കൊളാവുന്നത്. യുദ്ധത്തിനുള്ള വിത്ത് അവിടെ വീണു. അതിനുശേഷം ഭഗവാൻ ഹസ്തിനപുരത്തിൽ താമസിക്കുന്ന കാലത്ത് ശിശുപാലൻ്റെ സുഹൃത്തായിട്ടുള്ള സാല്വൻ സൗഭം എന്ന് പറയുന്ന ഒരു വിമാനത്തിൽ കയറിയിട്ട്, ഒരു ജെറ്റ്, ഒരു വാർ മെഷീനിൽ കയറിയിട്ട്, ഒരു വാർ മെഷീനാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വലിയൊരു സാധനം നഗരത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കുറേ തോക്കുകളൊക്കെ ഉള്ള ഒരു യന്ത്രം പോലെ ഒരു യന്ത്രം ഉണ്ടാക്കിയിട്ട് ആകാശമാർഗം വന്നിട്ട് ദ്വാരകയെ ആക്രമിച്ചു. പ്രദ്യുമ്നനാണ് പോയിട്ട് അത് ഏറ്റത്. യുദ്ധം ചെയ്യാൻ നോക്കും. പക്ഷെ പ്രദ്യുമ്നനെ ജീവാപായം വരുന്നുള്ളതുകൊണ്ട് തേരാളി വേഗം ഓടിച്ച് ദ്വാരകാ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഈ സമയത്ത് ഭഗവാൻ ഈ വിവരം പറഞ്ഞ് സാല്വൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തുമ്പോൾ സാല്വൻ പല വിധത്തിലുള്ള മായാവിദ്യകൾ കാണിക്കും. വസുദേവനെ കാണിച്ചിട്ട് പറയും, ഇതാ നിൻ്റെ അച്ഛൻ്റെ തല ഞാൻ വെട്ടാൻ പോണു എന്ന് പറഞ്ഞിട്ട് തല വെട്ടും. മനുഷ്യ ശരീരത്തിലിരിക്കൊണ്ട് ഒരു നിമിഷം അച്ഛനല്ലേ ഭഗവാന്റെ മനസ്സൊന്ന് പടഞ്ഞ് മായയിൽ ഭഗവാൻ പെട്ടു എന്നാണ് പറഞ്ഞത്, സാല്വൻ്റെ മായയിൽ. എന്നിട്ട് ശുഗമഹർഷി പറയുക, പരീക്ഷിത്തെ ഇതൊക്കെ കഥയാണ്, ഭഗവാൻ മായപ്പെടുവോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഭഗവാൻ അടുത്ത ക്ഷണം ഗത എടുത്തിട്ട് അവൻ്റെ തല അടിച്ച് തകർത്തു, സൗഭം എന്നുള്ള വിമാനത്തിനെയും തകർത്തു എന്ന് പറഞ്ഞ് ശല്യവധം പറയണു. ആ ശല്യവധത്തിന് ശേഷം ബലരാമൻ്റെ തീർത്ഥയാത്ര പറയണു. യുദ്ധത്തിന് മുന്നേ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോയി. അങ്ങോരെങ്ങാനും ആ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അങ്ങനെ ഉറപ്പായിട്ട് ദുര്യോധൻ്റെ സൈഡിലേ നിൽക്കുകയുള്ളൂ. പാണ്ഡവന്മാരുടെ പണി കഴിഞ്ഞിട്ടുണ്ടോ? സകല അക്ഷോഹിണിയും കൊല്ലാൻ അങ്ങനെ ഒരാൾ മതി. കാരണം ഭഗവാന്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഭയന്നിരുന്ന രണ്ട് യോദ്ധാക്കളെന്ന് പറഞ്ഞാൽ രാമനും കൃഷ്ണനുമാണ്. മല്ലന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാധാരണയായിരിക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരം പോലെ മൃദുവായിരിക്കും, സ്ത്രൈണത ഉണ്ടായിരിക്കും. പക്ഷേ യുദ്ധരംഗത്തിൽ വജ്രം പോലെ കഠിനമാവുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഭഗവാന്റെ ശരീരത്തിനുണ്ടായിരുന്നു. മാത്രമല്ല ഭഗവാൻ ഈ മല്ലനായതുകൊണ്ടാണ് നമ്മൾ നാദസ്വരത്തിൽ മല്ലാരി വായിക്കുന്നത്. മല്ലന്മാരുടെ ശത്രു, അവനെ സന്തോഷിപ്പിക്കാൻ വായിക്കുന്നത് മല്ലാരി. ഉദയാസ്തമന പൂജയുള്ള ദിവസം രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളി ശിവേലി കഴിഞ്ഞ് വിളക്കിന് കയറിക്കഴിഞ്ഞാൽ, പുതിയ ആന മാറി കയറി കോലത്തിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യം വായിക്കുക മല്ലാരിയാണ്. ആ മല്ലാരി കേട്ടിട്ടാണ് ഭഗവാൻ പുറപ്പെടുക. എന്നിട്ടാണ് വിളക്കിൻ്റെ പ്രദർശനം മുഴുവൻ വരിക. അടുത്ത തവണ ഉദയാസ്തമന പൂജ ഉള്ള ദിവസം വൈകുന്നേരത്ത് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, മല്ലാരി വായിക്കും. അങ്ങനെ വായിക്കണം എന്നാണ്. അതങ്ങനെ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴാണ് ഭഗവാന്റെ ജയവിജയന്മാരുടെ ആ വിജയൻ്റെ മൂന്നാമത്തെ അവതാരം സംഭവിക്കുന്ന. അവൻ്റെ അവസ്ഥ, അവനെ കൊല്ലുന്നത് ഭഗവാന്റെ കസിനായിട്ട് തന്നെ ജനിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശിശുപാലൻ്റെയും ഭഗവാന്റെയും കസിനായിട്ട് ദന്തവക്ത്രൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദന്തവക്ത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയസ്സുകാലമാകുമ്പോൾ ശരീരത്തിന് വാർദ്ധക്യം വരുമ്പോൾ പല്ലൊക്കെ ഇളകാൻ തുടങ്ങും. അതിൻ്റെ സ്വരൂപമാണ് ദന്തവക്ത്രൻ. പല്ലൊക്കെ ഇളകാൻ തുടങ്ങും. ശിശുപാലൻ അസൂയയുടെ സ്വരൂപമാണ്. ദന്തവക്ത്രൻ വാർദ്ധക്യത്തിൽ വരുന്ന ജീർണതയുടെ ജരയുടെ സ്വരൂപമാണ്. ദന്തവക്ത്രൻ്റെ സ്വരൂപത്തിൽ ജ്ഞാനികളുടെ ശരീരത്തിലാണെങ്കിൽ പോലും ശരീരം ജീർണിക്കുമ്പോൾ ഇതുണ്ടാവും. ശ്രീരാമകൃഷ്ണദേവൻ എന്താ വന്ന്? ക്യാൻസർ വന്നു. രമണ മഹർഷിക്കും ക്യാൻസറാണ് വന്നത്. മഹാത്മാക്കൾക്കൊക്കെ വരും. നമ്മൾ പറയും, ഓ ഇവരിത്ര മഹാത്മാക്കളായിട്ട് ഇങ്ങനെ വന്നല്ലോ എന്ന്. അങ്ങനെയല്ല. അതാ പ്രാരബ്ധമായിട്ടുള്ള ശരീരം അവസാനിക്കാൻ ഒരു കാരണം വേണം. അവരൊരിക്കലും എൻ്റെ ആ ശരീരത്തിൽ അസുഖം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജീമ്പൂമ്പ എന്ന് പറയില്ല ഒരിക്കലും. അവരത് അനുഭവിച്ച് തീർക്കും. ഭഗവാന് വേണമെങ്കിൽ ഇങ്ങനെ മരിക്കേണ്ട ആവശ്യമുണ്ടോ? ജരൻ്റെ അമ്പ് കൊണ്ടിട്ട് ഒരാവശ്യമില്ല. സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് മുങ്ങി മരിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീരാമസ്വാമിക്ക് ആവശ്യമില്ല. നമ്മൾ എന്ത് സമാധി, ജലസമാധി എന്നൊക്കെ പറഞ്ഞാലും അത് മുങ്ങി മരണമാണ്, അല്ലേ? അമ്പ് കൊണ്ട് മരണം ദുർമരണമാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആയുധം കൊണ്ടുള്ള മരണം ദുർമരണമാണ്. പക്ഷെ അത് ഭഗവാൻ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഉത്തമമായിട്ട് കൽപ്പിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ധർമ്മത്തിനെ ജയിക്കാൻ
ബുദ്ധിമുട്ടാണ്. എത്ര വലിയ സിദ്ധനാണെങ്കിലും ശരീരം ജീർണിച്ചാൽ മുട്ടുവയ്യാണ്ടായാൽ നമസ്കരിക്കാൻ പറ്റില്ല, പല്ലളകും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ദന്തവക്തരം ബാധിക്കും. ദന്തവക്തരൻ ബാധിക്കുമ്പോൾ ഇപ്പോൾ സാവിത്രിയുടെയും സത്യവാൻ്റെയും കഥയിൽ പോലും യമൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നെങ്കിലും സത്യവാൻ പിന്നെ ഒരു കാലത്ത് മരിച്ചു പോയിട്ടുണ്ട് വയസ്സായിട്ട്. അതുകൊണ്ട് മരണം വരാതിരിക്കുന്നില്ല, അത് വരും. ഹനുമാൻ സ്വാമിക്ക് പോലും മരണം വരും ഒരു ഘട്ടമെത്തുമ്പോൾ. ആ ശ്വാസത്തിൻ്റെ എണ്ണം കഴിയുമ്പോൾ മരിക്കും. അദ്ദേഹം 125 വർഷത്തിലൊരിക്കലാണ് ഒരു ശ്വാസം കത്തിക്ക് എടുക്കണത്. പിന്നെ 125 കൊല്ലം കയ്യിൽ വയ്ക്കും, പിന്നെ 125 കൊല്ലം കഴിയുമ്പോൾ പുറത്തേക്ക് വിടും. ഇങ്ങനെ വരുമ്പോൾ എത്ര വർഷം ജീവിക്കും? അശ്വത്ഥാമാവ് ഇതുപോലെ തന്നെയാണ്. അവർക്കൊക്കെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം കളഞ്ഞേ പറ്റൂ. അതിനൊരു കാലമുണ്ട്. ബ്രഹ്മാവിന് പോലും മരിക്കണം. അപ്പം പിന്നെ ജീവികളുടെ കാര്യം പറയാനില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ വാർദ്ധക്യം ബാധിക്കുമ്പോൾ ഒരുതരം ജഡത ബാധിക്കും. നമ്മൾ അല്പാൽപമായിട്ട് മരിക്കാൻ തുടങ്ങുന്നത് 25-ാമത്തെ വയസ്സ് തൊട്ടിട്ടാണ്. ബയോളജിക്കലി 25 വയസ്സ് വരെ ആനബോളിസം വർദ്ധിച്ചിരിക്കും ശരീരത്തിൽ, ഗ്രോത്താണ്. 25 വയസ്സ് തൊട്ടിട്ട് ആനബോളിസത്തിൻ്റെ തോത് കുറയും. ജീർണതയുടെ കാറ്റബോളിസം മെല്ലെ മെല്ലെ വർദ്ധിച്ച് വരും. ആസ് ഏജ് പ്രോഗ്രസസ് കാറ്റബോളിസം ഓവർ പവർ ചെയ്യും. പുതിയ സെല്ലുകൾ ഉണ്ടാവാതാവും, ആഗിരണം ചെയ്യപ്പെടില്ല കാൽഷ്യം ഒക്കെ ബോഡിയിലേക്ക്. എക്സാക്ട്ലി അതാണ് ദന്തവക്തരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുതരം ജഡത വരും, മന്ദത. എന്തിന് മടുത്തു, ജീവിതം കുറേ അനുഭവിച്ചില്ലേ, കുറേ ജീവിച്ചില്ലേ, എന്താപ്പോ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു തോന്നൽ വരും. അങ്ങനെ വരുമ്പോൾ ബ്രഹ്മാഹാര വൃത്തി ആ സമയത്ത് പാലിക്കുക, ഉറപ്പിച്ച് നിർത്തുക മനസ്സിലെന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ദന്തവക്തരൻ്റെ കഥ അവിടെ പറഞ്ഞു. അപ്പോൾ നോക്കൂ, ശിശുപാലൻ, ശാൽവൻ, പൗണ്ഡ്രകൻ, ഇവരൊക്കെ ഓരോ വാസനാരൂപങ്ങൾ, അസൂയ, ദേഹാഭിമാനം, മായാവിദ്യ, ഇങ്ങനത്തെ പല മിഥ്യാധാരണകൾ, ഇതൊക്കെയാണ്. അതിനെയൊക്കെ കഴിച്ച് ദന്തവക്തരൻ ഇവരുടെയൊക്കെ മരണം കണ്ടിട്ട് അവർക്ക് വേണ്ടി പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, നീ എൻ്റെ കസിനാണ്, ഞാൻ നിന്നെ ശരിക്കും കൊല്ലാൻ പാടില്ലാത്തതാണ്, പക്ഷെ എൻ്റെ കൂട്ടുകാരെ നീ കൊന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് അവൻ വലിയൊരു ഗത എടുത്തിട്ട് ഭഗവാന്റെ ശിരസ്സിലടിച്ചു. ഭഗവാന്റെ തലയ്ക്ക് അടി കിട്ടി. ആ അടി പക്ഷെ ഭഗവാനെ ഏശിയില്ല എന്നുള്ളതാണ്. ഭഗവാൻ അവൻ്റെ ഗത തന്നെ തിരിച്ചു പിടിച്ചിട്ട് അവൻ്റെ തല നോക്കിയിട്ട് ഒരു കീറങ്ങോട് വെച്ചു കൊടുത്തു. ഒരൊറ്റ അടി അവനെ കൊന്നു. അതായത് അപ്പോഴും വാർദ്ധക്യത്തിലും ബ്രഹ്മാകാരവൃത്തി നിലനിൽക്കണമെങ്കിൽ ഗതാരൂപിയായിട്ടുള്ള പ്രാണനെ യൂസ് ചെയ്യണം. പ്രാണായാമത്തിൻ്റെ ഗ്രേറ്റ്നെസ് അതാണ്. പ്രാണനിൽ വേണം നമ്മൾ നമ്മുടെ ഊർജ്ജത്തിനെ കണ്ടെത്താൻ എന്ന് പറയുന്നു. അങ്ങനെ ദന്തവക്തരൻ്റെ മരിച്ചപ്പോൾ ദന്തവക്തരൻ്റെ അനിയൻ വിദൂരതൻ ഗതയായിട്ട് ഭഗവാന്റെ അടുത്ത് വരും. ആ സമയത്ത് ഭഗവാൻ അവനെയും ചക്രം കൊണ്ട് കൊന്ന് വീഴ്ത്തും. അങ്ങനെ യോഗേശ്വരനായിട്ടുള്ള ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വര ഈ അതേ പശുദൃഷ്ടീനാം നിർജിതയോ ജഗദീദിസ. യോഗേശ്വരൻ ജഗദീശ്വരനായിട്ടുള്ള ആ കൃഷ്ണൻ ഇങ്ങനെ അനേകം ലീലകൾ ചെയ്തിരുന്നു എന്ന് പറയുകയാണ് ശുഗമഹർഷി. അത് പറഞ്ഞതിന് ശേഷം ഈ ദന്തഭക്തറിൻ്റെ കഥയൊക്കെ പറഞ്ഞ് തീർത്ത് ബലരാമൻ്റെ തീർത്ഥയാത്ര പറയണു. ബലരാമൻ നൈമിഷാരണ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ സൂതൻ്റെ പുത്രൻ രോമഹർഷണൻ എന്ന് പറയുന്ന സൂതൻ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഥാപ്രവചനം നടത്തുകയാണ്. ബലരാമനെ കണ്ടിട്ട് എണീറ്റിരുന്നില്ല. ബലരാമന് ദേഷ്യം വന്നു. ബലരാമൻ ആ സെക്കൻഡിൽ അവൻ്റെ തലയടിച്ച് തകർത്ത് അവനെ കൊന്നു. പുരാണപ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂതനെ അടിച്ചു കൊന്നു. ഋഷിമാർ കാണാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് കഥ പറയണവനാണെങ്കിലും അവൻ മായയാണ് പറയണത്. ജ്ഞാനത്തിനെ കണ്ട അവൻ എണീച്ച് നിന്നോളണം. അതുകൊണ്ട് കഥാപ്രവചനത്തിൽ ജ്ഞാനം പറയാത്തവനെ ഒക്കെ ബലരാമൻ കൊല്ലും. കഥാപ്രവചനത്തിൽ ജ്ഞാനം പറയാത്തവനെ ബലരാമൻ കൊന്നിരിക്കും. എനിക്ക് ബലരാമൻ്റെ നടി കൊണ്ട് ചാവാൻ വയ്യ. അതുകൊണ്ട് ജ്ഞാനം പറഞ്ഞേ പറ്റൂ. ബലരാമൻ ശുദ്ധജ്ഞാനാണ്. അദ്ദേഹത്തിന് സഹിക്കില്ല. മായാരൂപത്തിൽ വെറും കഥ മാത്രം പറഞ്ഞു പോയാൽ സഹിക്കില്ല. കാരണം കഥ പറയണവർക്ക് ജ്ഞാനത്തിന് വിലയുണ്ടാവില്ല. പല സ്ഥലത്തും വിലയില്ലാണ്ട് കാണിച്ചാൽ അദ്ദേഹം കൊന്നുകളയും. അപ്പം കൊന്നു കഴിഞ്ഞപ്പോൾ ഋഷിമാർക്ക് ഭയങ്കര അവരാകെ എന്താ ചെയ്യും. ബലരാമനോട് തിരിച്ചൊന്നും പറയാനും പറ്റില്ല. അങ്ങ് എന്തായി ചെയ്തു ചോദിച്ചു. അപ്പോൾ കോപം അടങ്ങി. പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് പശ്ചാത്താപമുണ്ട്, ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ തൻ്റെ തപശക്തി കൊണ്ട് ഉഗ്രസർവസ് എന്ന് പറഞ്ഞ പുത്രനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് അവനെ അനുഗ്രഹിച്ചു. വീണ്ടും കഥ പറയുന്ന സിസ്റ്റത്തിനെ ബലരാമൻ അവിടെ റെസ്റ്റോർ ചെയ്തു. അതായത് ആ പദ്ധതിയെ നശിപ്പിച്ചിട്ട് അഹങ്കാരത്തെ കളഞ്ഞിട്ട് അതിൻ്റെ നന്മയെടുത്ത് റെസ്റ്റോർ ചെയ്തു. ജ്ഞാനത്തിനും കൂടെ ചേർത്ത് എന്താ പറയുക അനുമോദിച്ച് പറയുന്ന കഥാരീതിയെ ഭഗവാൻ അവിടെ സ്ഥാപിച്ചു. ഇനി ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എല്ലാ 15 ദിവസം കൂടുമ്പോഴും ബല്വലൻ എന്ന് പറഞ്ഞിട്ട് രാക്ഷസൻ ഇവിടെ വന്നിട്ട് മലം, മൂത്രം, മാംസം, രക്തം ഇതൊക്കെ ഞങ്ങളുടെ യാഗവേദിയിലേക്ക് വലിച്ചെറിയും. അവനെ അവിടുന്ന് കൊന്നു തരണം. അതിനുശേഷം അവിടുന്ന് കുറച്ച് കാലം ഈ എന്താ പറയുക തീർത്ഥയാത്ര ചെയ്യണം എന്ന് പറയും. അങ്ങനെ ആ തീർത്ഥയാത്ര ചെയ്യാൻ അംഗീകരിച്ചിട്ട് ഭഗവാൻ അവിടെ താമസിക്കും കുറച്ച് ദിവസം. ആ കുറച്ച് ദിവസം താമസിച്ച് കഴിയുമ്പോൾ ഇവൻ കറക്റ്റ് ആ സമയത്ത് അവിടെ ഇല്വലൻ്റെ പുത്രനായിട്ടുള്ള ബല്വലൻ
അവിടെ വരും. അവിടെ വന്ന് അവൻ വന്ന് അത്തവണ രക്തവും മാംസവും ഇങ്ങനെ എറിയാൻ പോയതേ അവൻ ഓർമ്മയില്ല. അവൻ്റെ പണി തീർത്തു. അവൻ്റെ പണി തീർത്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 12 മാസം ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് തീർത്ഥയാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബലരാമൻ വന്ന ക്ഷേത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. കാഞ്ചീപുരത്തൊക്കെ പോയി തിരുവനന്തപുരത്ത് വന്നു എന്നൊക്കെയാണ്. പത്മനാഭനെ കണ്ടു. ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരിക്കില്ല അത്. അങ്ങനെ ഒരു ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ വന്നതൊക്കെ ഭാഗവതത്തിൽ മെൻഷൻ കാണുന്നുണ്ട്. അങ്ങനെ ആ ബലരാമൻ്റെ തീർത്ഥയാത്രയുടെ പരിസമാപ്തി പറയണു. അദ്ദേഹം ഓരോ നദികളിൽ ചെന്ന് എന്താ പറയുക സ്നാനം ചെയ്തതും. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ പണ്ട് അമ്പലത്തിൽ പോയി തൊഴലല്ല തീർത്ഥയാത്ര. തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യലാണ് തീർത്ഥയാത്ര. ഓരോ തീർത്ഥവും ജ്ഞാനഗംഗയാണ്. അറിവ് ബ്രഹ്മബോധം ഉണ്ടാക്കാൻ നമ്മൾ ചെന്ന് ജലത്തിനെ പ്രതീകമാക്കി കുളിക്കുന്നതാണ് ശരിയായിട്ടുള്ള തീർത്ഥയാത്ര. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ 5 മിനിറ്റ് കൊണ്ട് കുചേലോപാഖ്യാനം ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. കാരണം കുചേലോപാഖ്യാനത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ചുരുക്കി പറയാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുദാമ എന്നാണ്. ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്തവനാണ്. അങ്ങനെ ഒരു സുഹൃത്ത് മാത്രമേ ഈശ്വരന് പഠനകാലത്തുണ്ടായിരുന്നുള്ളൂ. അതായത് സാന്ദീപനുടെ അറിവ് എന്നുള്ള പേരിൻ്റെ അർത്ഥമുള്ള സാന്ദീപനുടെ ആശ്രമത്തിൽ വേദം അഭ്യസിക്കുന്ന പരബ്രഹ്മത്തിന് ഇന്ദ്രിയ ദമനം എന്ന് പറയുന്ന ഒരു ഗുണം മാത്രമായിരുന്നു കൂട്ടുകാരനായിട്ട് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ കാട്ടിൽ വിറകിന് പോയതും ആ കഥയും ഭഗവാന് ഭക്ഷണം കൊടുക്കാണ്ട് ഇയാൾ മാത്രം കഴിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്നും മാറ്റണ്ട. സുദാമാവ് അതിസമ്പന്നനായിരുന്നു. ബ്രഹ്മജ്ഞാനം കൊണ്ട് അതിസമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാര്യയ്ക്കും മക്കൾക്കും ജീവസന്ധാരണത്തിന് വഴിയില്ല. ആ ഭാര്യ ഭഗവാനിൽ അതുല്യ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അവർ കൊടുത്ത അവിലാണ് ഭഗവാൻ കുചേലന് സർവ്വസമ്പത്തും കൊടുക്കാൻ. കാരണം ഭഗവാൻ അറിയാം, എനിക്ക് അവന് കൊടുക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എന്നെ തന്നെ അവൻ ഓൾറെഡി നേടിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് കുചേലന് കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് കുചേലൻ്റെ കയ്യിൽ ഒന്നും കൊടുത്തുമില്ല. കൂടെ ഇരുന്നു, കുറേ കഥ പറഞ്ഞു, രാത്രി കടത്തി ഉറക്കി. കുചേലൻ ഉറങ്ങിയപ്പോഴാണ് പോയത്. അങ്ങനെ രാവിലെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. കാരണം ഭഗവാൻ അറിയാം, ഭക്തന് കൊടുക്കാൻ അഹം ഭക്ത പരാധീനാന്നാണ്. തന്നെ തന്നെ കൊടുത്തു കഴിഞ്ഞു, ഒന്നും കൊടുക്കാനില്ല. ഐശ്വര്യം കൊടുത്തു വിട്ടത് വീട്ടിലേക്കാണ്, അവിടേക്ക് കൊടുത്തു വിട്ടു. കുചേലൻ എന്ന് വിളിക്കുന്നത് പോലും പാപമാണ്. കാരണം മോശപ്പെട്ട വസ്ത്രം ധരിച്ചവനാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. ദരിദ്രനെ ഏറ്റവും മോശമായിട്ട് പറയും, സമ്പന്നനെയും കുത്തി പറയും. വൈശ്രവണൻ എന്ന പേരിൽ നല്ല പേരുള്ള കുബേരനെ അവനെ കാണാൻ കൊള്ളില്ല എന്നുള്ള അർത്ഥത്തിൽ കുബേരൻ എന്ന് വിളിച്ചു. കാരണം എന്താ, കാശുള്ളവനെ എന്തെങ്കിലും മോശം പറയണമല്ലോ, അപ്പോൾ അവനെ ആ പേരിൽ വിളിക്കുക. അതേപോലെ ദരിദ്രനെ അവഹേളിക്കുക, കീറിപ്പറഞ്ഞ ചേല കൊടുത്തവൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഇങ്ങനെ ഉള്ള ആ കുചേല ചരിത്രം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ളൊരു യോഗിക്ക് അവന് ഗാർഹസ്ഥ്യത്തിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ അറിഞ്ഞ് ചെയ്തു കൊടുക്കും എന്നുള്ള തത്വത്തെ അവിടെ കാണിച്ചു കൊടുക്കണം. കുചേലൻ ജ്ഞാനത്തിനെയും കുചേല പത്നി ഭക്തിയെയാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്ത് ഭഗവാൻ നിശ്ചയമായിട്ടും അനുഗ്രഹവർഷം ചൊരിയും എന്ന് കാണിക്കുന്നു. അതിൽ പിന്നെ രുക്മിണീദേവിയുടെ ഇടപെടലും അതൊക്കെ നമുക്കറിയാം. ഒരു പിടി മാത്രം കഴിച്ചാൽ മതി, 2 പിടി വേണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതിൽ കുചേലൻ്റെ ആ കുചേലോപാഖ്യാനത്തിൽ ആ കുചേലൻ കാണുന്ന സമയത്ത് 3-ാമത്തെ ശ്ലോകം വളരെ വിശേഷമാണ്. സ വാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തൽ കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽ പുണ്യകഥാസകർണ. ഏതൊരു വാക്കാണോ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെയൊക്കെ ഇങ്ങനെ കീർത്തിക്കണത്, അതേ വാക്കായിട്ടുള്ളൂ, ബാക്കിയൊന്നും വാക്കല്ലാന്ന്. ഏതൊരു കൈയാണോ ഭഗവാന്റെ ദാസ്യപ്പണി ചെയ്യണത്, അതേ കൈയായിട്ടുള്ളൂ, ബാക്കിയൊന്നും കൈയല്ല. എല്ലാ സ്ഥാവരവും ജംഗമവുമായിട്ട് ഇളകുന്നതും നീങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ളതും നീങ്ങാത്ത ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള വസ്തുക്കളിൽ ഏതൊന്നാണോ അന്തര്യാമയായിട്ടിരിക്കണേ ഭഗവാൻ, ആ ഭഗവാനെ കാണുന്ന മനസ്സ്, മനക്കണ്ണ്, ആ മനസ്സാണ് യഥാർത്ഥ മനസ്സ്. ഭഗവാന്റെ കഥകളെ കേൾക്കണ ചെവിയാണ് യഥാർത്ഥ ചെവി എന്ന് പറയുന്നത്. മുരിങ്ങൂർ ശങ്കരൻ പോറ്റി ആ പ്രസിദ്ധമായിട്ടുള്ള കുചേലോപാഖ്യാനത്തിലെ കുചേലവൃത്തം കഥകളിയിലത്തെ കീർത്തനം നമുക്കൊക്കെ അറിയാം. അജിതാഹരേ ജയ മാധവ വിഷ്ണു. ഞാൻ നരസിംഹാവതാരം വന്ന ദിവസം പറഞ്ഞു, അതിലൊരു വരിയുണ്ട്, മൃദുല കമല നയന എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ നീലനീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ എന്നാണ് വിളിക്കുന്നത്. നീ നരസിംഹം കൂടിയാണ് എന്ന ബോധത്തോടെയാണ് ഭഗവാനെ അദ്ദേഹം മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുചേലോപാഖ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യഗ്രഹണം വരണ കാലം വരണം. ഒരു വലിയ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഭഗവാൻ പറയണം, നമുക്കൊക്കെ സമന്തപഞ്ചകത്തിൽ പരശുരാമൻ എവിടെയാണോ ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് 5 ഹൃദങ്ങൾ തീർത്തത്, ആ സമന്തപഞ്ചകത്തിൽ പോയിട്ട് നമുക്ക് തീർത്ഥാടനം നടത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറപ്പെട്ടു പോണു.
ഇൻസിഡൻ്റ്ലി സൂര്യഗ്രഹണത്തിന് തൊഴാനായിട്ട് അവിടേക്ക് നന്ദഗോപാദികളും വരുന്നു, ഹസ്തിനപുരത്തുനിന്ന് ഇന്ദ്രപ്രസ്ഥത്തും പാണ്ഡവാദികളും ഒക്കെ വരുന്നു. ഇങ്ങനെ ഈ വലിയ കുടുംബങ്ങളുടെ മുഴുവൻ ഒരു മഹാസമ്മേളനം ഭഗവാന്റെ അവസാന കാലത്ത് നടക്കുന്നുണ്ട്. അധികം കാലം കൂടെ പിന്നെ ഭഗവാൻ ജീവിച്ചിട്ടില്ല. അവർ തമ്മിലൊക്കെ അവസാനം കാണുന്നത് ആ പ്രദേശത്ത് വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് അമ്മ മകനെ കാണുക, യശോദ മകനെ കാണുകയാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. നന്ദഗോപൻ കാണുന്നു, അതേമാതിരി വസുദേവൻ ബാക്കിയുള്ളവരെ കാണുന്നു. കുന്തിദേവി സ്വന്തം ചേട്ടനാണ് വസുദേവൻ, തന്നെ വളർത്താൻ വേറൊരു രാജാവിനെ ഏൽപ്പിച്ചുകൊണ്ട് കാണാണ്ട് പോയതാ. എന്നിട്ട് ഇത്തിരി പരിഭവവും പറയും, ഞങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോൾ അങ്ങൊന്നും വന്ന് എന്നെ കണ്ടില്ലല്ലോ ഏട്ടാ എന്ന് പറയും. പക്ഷെ അങ്ങയുടെ മകനാണ് ഞങ്ങളെ എന്നും രക്ഷിച്ചത്, അതുകൊണ്ട് എനിക്ക് വലിയ പരിഭവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാ വീട്ടുകാരൊക്കെ തമ്മിലുള്ള സംസാരം പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നാരദാദി മഹർഷിമാരൊക്കെ വന്നു ചേരും. ആ മഹർഷിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരന്മാരായിട്ടുള്ള മഹർഷിമാരാണ്. അതിന് തൊട്ട് മുമ്പ് ഭഗവാൻ ഗോപികമാരെയൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഇത്രയും വയസ്സായി, ഭഗവാനും വയസ്സായി, അവരൊക്കെ തമ്മിൽ കാണുകയാണ്. ഗോപികമാർക്ക് ഭഗവാൻ തത്വോപദേശം ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പാണ്ഡവന്മാരുടെ പത്നിമാരായിട്ടുള്ളവരും അതേപോലെ എന്താ പറയുക, ഇപ്പോൾ ദ്രൗപദി അടക്കമുള്ളവരും ഭഗവാന്റെ പത്നിമാരും മറ്റ് സ്ത്രീജനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ദ്രൗപദി ഒരു കൗതുകത്തിന് ഭഗവാന്റെ ഭാര്യമാരോട് ചോദിക്കുക, ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഒന്നും കല്യാണത്തിന് വരാൻ പറ്റിയിട്ടില്ല, എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണങ്ങളൊക്കെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ രുക്മിണി പറയും, എന്നെ കുറുക്കന്മാരുടെ ഇടയിൽ നിന്ന് സിംഹം തൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പോണ പോലെയാണ് ഭഗവാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ആ രംഗം പറയും. ലക്ഷ്മണ പറയും, മിത്രവിന്ദ പറയും, കാളിന്തി പറയും, ജാമ്പവതി പറയും. ഇവരൊക്കെ പറയണത് കേട്ടിട്ട് ദ്രൗപദി ഇങ്ങനെ കണ്ണീരൊഴുക്കി ആ ഭഗവാന്റെ വിവാഹ കഥകളൊക്കെ കേൾക്കുന്ന ഭാഗം വരണം. അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷിയോടൊപ്പം വ്യാസമഹർഷി, പരശുരാമൻ, സനകാദികൾ, കശ്യപൻ, അത്രി, ഭരദ്വാജൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, വസിഷ്ഠൻ, ചവനൻ, ദേവനൻ, അസിതൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ഏകതൻ, ദ്വിതൻ, ത്രിതൻ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവൻ തുടങ്ങിയിട്ടുള്ള ഋഷിമാർ. ഞാൻ ഇത്രയും പേരെ പേര് പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ പേരുകൾ കേൾക്കണതേ വളരെ പുണ്യമാണ്. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവട്ടെ. അങ്ങനെ ആ ദേവന്മാർ മുഴുവൻ സമന്തപഞ്ചക ക്ഷേത്രത്തിൽ വന്നു എന്നാണ്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണനും രാമനും ഒക്കെ എഴുന്നേറ്റ് അവരെ പൂജിച്ചു. അവരൊക്കെ ഭഗവാനെയും ബലഭദ്രനെയും കാണാൻ വന്നതാണ്. അവരൊക്കെ അന്യോന്യം നമസ്കരിക്കലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാവം ഇവരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ വസുദേവർ വന്നിട്ട് ഭഗവാന്റെ മായയെ കിടക്കുകയാണല്ലോ, മകനായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വന്നിട്ട് ഇവരോട് ചോദിച്ചു, കർമ്മബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താ മഹർഷിമാരെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. അപ്പോൾ നാരദൻ ചിരിക്കാൻ തുടങ്ങി. നാരദൻ ഇവരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ, പരബ്രഹ്മത്തിനെ മകനായിട്ട് കിട്ടിയിട്ടുള്ള ആൾ നമ്മളോട് ചോദിക്കണു കർമ്മബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുകയെന്ന്. ഇതല്ലേ മായ എന്ന് പറയും. കാരണം കാരാഗൃഹത്തിൽ വെച്ചിട്ട് മറച്ചു കളഞ്ഞാണ് അവരുടെ ബുദ്ധിയെ ഭഗവാൻ അന്ന്. എന്നിട്ട് നാരദൻ ഒരു ഉപദേശം കൊടുക്കും. അതിനനുസരിച്ചിട്ട് അവിടെ വെച്ചിട്ട് വസുദേവൻ ഒരു യജ്ഞത്തിനെ ചെയ്യും. ആ യജ്ഞം ചെയ്ത് തീർത്ഥസ്നാനം നടത്തി എല്ലാവരും മടങ്ങിപ്പോകുന്ന 84-ാമത്തെ അധ്യായം വായിച്ചിട്ടാണ് ഇന്ന് ആചാര്യൻ നിർത്തിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് ഉപസംഹാരമാണ്. ഭാഗവതം പാരായണവും പ്രഭാഷണവും ഒക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ പ്രധാനപ്പെട്ട വിഷയം ഉദ്ധവോപദേശമാണ്. അതാവുന്നത്ര ഭംഗിയായിട്ട് പറയാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമി ശരണമയ്യപ്പ.